ഇന്ന് ചക്ക വരട്ടുന്നതാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ 2 കപ്പ് ചക്ക വേവിച്ചത് എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു അടി കട്ടിയുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം 5 തവി ശർക്കര ചിരണ്ടിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. ശർക്കരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. ഇത് കല്ലോ പൊട്ടോ പൊടിയോ ഒന്നുമില്ലാത്ത ശർക്കരയാണ്. അതുകൊണ്ടാണ് നേരിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി കല്ലൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ ശർക്കര ഉരുക്കി പാനിയാക്കിയ ശേഷം അരിച്ച് മാത്രം ചേർത്ത് കൊടുത്തോളൂ. അങ്ങനെ ആകുമ്പോൾ തയ്യാറായി വരാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. അതിലെ വെള്ളമൊക്കെ വറ്റി വരണമല്ലോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കാം. നിറമൊക്കെ മാറി വരുന്നതായിട്ട് കാണാവുന്നതാണ്. വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം ഇളക്കുമ്പോൾ പാത്രത്തിൻ്റെ അടി കാണാനായിട്ട് പറ്റണം. അതാണ് അതിൻ്റെ പാകം. റോഡ് വെട്ടിയതുപോലെ പാത്രത്തിൻ്റെ അടി കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇതിങ്ങനെ കോരുമ്പോൾ ഒരൊറ്റ കട്ടയായിട്ട് കിട്ടുകയും ചെയ്യും. ഈ ഒരു പാകമായാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് മുറുക്കി ഉരുളിയിലൊക്കെ ഇട്ട് വിറകടുപ്പിലുണ്ടാക്കുന്ന ചക്ക വരട്ടിയത് വെള്ളമില്ലാത്തതും അടപ്പുറപ്പുള്ളതുമായ പാത്രത്തിലിട്ട് വയ്ക്കാം. കേടാകുകയൊന്നുമില്ല. ഗ്യാസിലൊക്കെ ഉണ്ടാക്കുന്നവയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചോളൂ. മാസങ്ങൾ കേടാകാതെ ഇരിക്കും. ഇതുപയോഗിച്ച് ചക്ക പായസം, ചക്കയട എന്നിവ ഉണ്ടാക്കാം. മഴക്കാലത്തൊക്കെ ഇത് വെറുതെ കോരി കഴിക്കാനാണെങ്കിൽ നല്ല രുചിയാണ്. നല്ല മധുരമുള്ള ചക്ക കിട്ടുമ്പോൾ ഇത്തരത്തിൽ ചക്ക വരട്ടി സൂക്ഷിച്ചോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്